ഹായ് ഫ്രണ്ട്സ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ, എങ്കിലേ മാത്രമേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ. ഞാനിവിടെ 1/2 കിലോ അളവിലാണ് ബീഫ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാം കൈകൊണ്ട്. ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് കുക്കറിലേക്ക് വരും. അത് ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതൊരു 4 വിസിലോളമാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്കായിട്ട് 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമേ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ 2 പിടിയോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ നിറയെ ഇതുപോലെ വേണം എടുക്കേണ്ടത്. 2 പിടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ തന്നെ വൃത്തിയാക്കി ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ ഉള്ളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അത് വൃത്തിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ ഇളകി കിട്ടും. അങ്ങനെ ഞാൻ വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം വെളുത്തുള്ളിയും ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഈ സവാളയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഇനി അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതുപോലൊരു കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചേർത്ത് നമുക്കിതുപോലെ തേങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽ മുളകും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ബീഫ് കറിയിൽ ഇതുപോലെ തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലകളാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കൂടുതൽ സമയം ചൂടടിച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടി. അതുകൊണ്ടാണ് വഴറ്റി കൊടുത്തത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് മസാലയാണ്. 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഗരം മസാല കൂടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ച ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതിലെ വെള്ളം കണ്ടില്ലേ. ഇനി നമുക്ക് വേവിച്ച ബീഫ് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് എല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മസാലയായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് സമയം ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇതൊന്ന് ബീഫ് മസാലയായിട്ട് മിക്സായി യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വന്നിട്ടുള്ള വെള്ളം ഇതിൽ കൂടെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കറി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഈ സമയം ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.